നൽകാൻ PV അൻവർ MLA പാണക്കാട്ടേക്ക് ലീഗ് നേതാക്കളുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരെ അൻവർ കാണും. തന്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ എന്ന് UDF തീരുമാനിക്കട്ടെ എന്ന് അൻവർ പറഞ്ഞു. പാണക്കാട് തങ്ങളോടായാലും കുഞ്ഞാടി സാഹിബിനോടായാലും രമേശ് ചെന്നിത്തലയോടായാലും സുധാകരനോടായാലും അതിന് ഇടപെട്ട പ്രതിപക്ഷ നേതാവിനോടായാലും എനിക്ക് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ മനുഷ്യരോട് നന്ദികേട് കാണിക്കുന്ന ആളല്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട്. ആ ആത്മാർത്ഥമായി നിന്നതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരേണ്ടി വന്നത് LDF-ൽ നിന്ന്. ഞാൻ അന്നും ജനങ്ങളോടൊപ്പമാണ് നിന്നത്. ജനങ്ങളുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തായത്. അതുകൊണ്ട് ഇപ്പോൾ ഈ UDF ലീഡർഷിപ്പ് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മരിച്ചു നിൽക്കുന്നു. അതിനെന്താ തർക്കം? ഞാൻ എന്തായാലും UDF-നോട് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് UDF-ന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. എന്നെ എടുക്കണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എനിക്കല്ല. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഈ LDF-ന്ന് ഇറങ്ങി വരണോ? കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് PV അൻവർ UDF-ലേക്ക് എത്തുമോ എന്നുള്ളത്. അതിലാണ് ഇപ്പോൾ അൻവർ പാണക്കാടേക്ക് ലീഗ് നേതാക്കളെ കാണാൻ വേണ്ടി തിരിച്ചിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും UDF നേതാക്കൾ അൻവറിനെ സ്വീകരിക്കുക? തീർച്ചയായും കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഓഫീസിലെ അക്രമവുമായി ബന്ധപ്പെട്ട് അൻവറിനെ ജയിലടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് UDF-ൽ നിന്ന് വലിയ തോതിൽ ഒരു അൻവറിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ അത് KPC പ്രസിഡന്റായാലും രമേശ് ചെന്നിത്തലയായാലും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായാലും എല്ലാവരും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം തന്നെ പറയുകയുണ്ടായിരുന്നു. അത് തന്നെയാണ് അൻവറിന് പുതിയ ഒരു ഊർജ്ജം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഒപ്പം പ്രവർത്തിക്കാൻ, ഇല്ലെങ്കിൽ UDF-ന്റെ പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു താല്പര്യമാണ് അദ്ദേഹം പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് തന്നെ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ UDF-ലേക്ക് പോകുന്നു, UDF-ന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ള ഈ കൂടിക്കാഴ്ച എന്ന് വിലയിരുത്താൻ കഴിയും. അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം PV അൻവറിൻ്റെ ജയിൽ പ്രവേശനവുമായി ജയിൽ അടയ്ക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദ വിഷയങ്ങളിലെല്ലാം തന്നെ വലിയ അഭിപ്രായം തന്നെ പ്രതിപക്ഷ നിര ഉന്നയിക്കുകയുണ്ടായിരുന്നു. അവയ്ക്കെല്ലാം ചൂടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ PV അൻവർ UDF-ന്റെ ഭാഗമാകുന്നതിലേക്കുള്ള കൃത്യമായ ഒരു വഴി തുറക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എത്തിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വനനിയമ ഭേദഗതി ബില്ല് തന്നെയാണ്. വനനിയമ ഭേദഗതി ബില്ലിൽ അദ്ദേഹം അതൊരു മലയോര മേഖല ജനങ്ങളുടെ പ്രശ്നമാണ്, ആ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് UDF-ഉം ഇത് ഗൗരവമായി ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് അൻവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടിയും സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഇതൊരു ഗൗരവപരമായ ബില്ല് തന്നെയാണ്. അതിനെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് UDF. അത് വലിയ പ്രതിഷേധവും പ്രക്ഷോഭത്തിലേക്കും നീങ്ങുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെയും UDF-ന്റെയും എല്ലാം അഭിപ്രായം അൻവറിൻ്റെ ഈ വിഷയത്തിലുണ്ട്, അൻവർ ഉന്നയിച്ച ഈ വിഷയത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ UDF-ന്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അൻവർ UDF-ലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസിലേക്കാണോ മുസ്ലിം ലീഗിലേക്കാണോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. പക്ഷേ അൻവർ ഇപ്പോൾ ഇടത് പാളയത്തിൽ നിന്ന് ഏറെ ഭിന്നിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മറ്റ് എവിടെയും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ PV അൻവർ UDF-ന്റെ ഭാഗമാകാൻ പോകുന്നു. അതിൻ്റെ ആദ്യ കൂടിക്കാഴ്ച എന്ന രീതി തന്നെയാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയെയും പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കാണുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റ് മുതിർന്ന നേതാക്കളെ, കാണാൻ കഴിയാവുന്ന നേതാക്കന്മാരെയെല്ലാം ഇന്ന് തന്നെ കാണുമെന്നുകൂടി PV അൻവർ സൂചിപ്പിക്കുന്നുണ്ട്. സ്വാതി. ശാന്തകുമാർ, എന്തായാലും ശാന്തകുമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഈ ഒരു അറസ്റ്റ്, അതിന് പിന്നാലെ ജാമ്യം, കുറച്ചുകൂടി രാഷ്ട്രീയത്തിൽ ശക്തനായിരിക്കുകയാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ ആവശ്യം UDF ഏത് രീതിയിൽ അംഗീകരിക്കാനാണ് സാധ്യത? അത് തുടർ ചർച്ചകൾക്കെല്ലാം വിപുലമായ വലിയ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. UDF-ൽ അതിൻ്റെ ചർച്ചകൾ അനൗപചാരികമായി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചത്. അങ്ങനെ ആണെങ്കിൽ അത് ഏത് രീതിയിലേക്ക്, ഏത് മുന്നണി UDF-ന്റെ ഭാഗമാകുമ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകും PV അൻവർ, അല്ലെങ്കിൽ PV അൻവർ നേതൃത്വം കൊടുക്കുന്ന DMK UDF-ന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി ആലോചിക്കുക. അത്തരത്തിലുള്ള ആലോചനകളെല്ലാം UDF ഗൗരവമായി ചിന്തിക്കാൻ പോകുന്നത് തന്നെയുള്ളൂ. കാരണം അത് വിപുലമായ ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ
മാത്രമേ UDF-ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. പക്ഷേ എന്തായാലും UDF പാളയത്തിലേക്ക് അൻവർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. UDF-ന്റെ നിലവിലെ UDF സംവിധാനവുമായി യോജിച്ചു പോകാൻ UDF-ന്റെ പുറകിൽ ഈ കാര്യത്തിൽ താനുണ്ടാവും എന്ന് തന്നെയാണ് അൻവർ ഇന്ന് രാവിലെയും സൂചിപ്പിച്ചത്. അങ്ങനെ ആവുമ്പോൾ അദ്ദേഹം UDF-ന്റെ ഒരു ഭാഗമായി തുടർ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങൾക്കും UDF-ന്റെ ഒപ്പം നിൽക്കുന്നതിനുള്ള ശ്രമമാണ് തുടരുന്നത്. അത് തന്നെയാണ് ഇന്ന് UDF-ന്റെ നേതാക്കളെ കാണുന്നതിനുള്ള ശ്രമവും അദ്ദേഹം നടത്തുന്നത്. ശരി ശാന്തകുമാർ. PV അൻവർ UDF-ലേക്ക് ഉള്ള നീക്കം ശക്തമാക്കുന്നു. ഇന്ന് പാണക്കാടെത്തി ലീഗ് നേതാക്കളെ കാണും എന്നുള്ളതാണ്. ആ വിവരമാണ് ശാന്തകുമാർ നൽകിയത്.